എല്ലാവർക്കും ഗോച്ചറ കച്ചറ തിയേറ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാരുടെ ഒരു അഭ്യർത്ഥന. ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാവിധ ചെരിപ്പുകളും കല്ലുകളും തറയിൽ നിന്ന് നീക്കം ചെയ്തിടണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരുവരോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. അതിനു മുൻപായി ഞങ്ങളെ പരിചയപ്പെടുത്താം. ഈ നാടകത്തിൽ ആവശ്യവും അനാവശ്യവുമായ കോമഡികൾ എഴുതി സംവിധാനം ചെയ്തത് പൊരിയച്ചൻ. അവശബ്ദങ്ങൾ, അലങ്കോല ശബ്ദങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു അഭിലാഷ്. ഇത് അഭിനയിച്ച് ഓവറാക്കാൻ പോകുന്നവർ സുനോജ്, അഭിലാഷ്, പിന്നെ ഞങ്ങൾ കടമെടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ മിസ്റ്റർ ജയേഷ്, മിസ്റ്റർ പ്രിൻസ്. ഈ നാടകത്തിന് വേണ്ടി ചില്ലറ ധനസഹായം ചോദിച്ചു ചെന്നപ്പോൾ മേലോട്ടു കൈ ഉയർത്തി കാണിച്ച പ്രസിഡന്റേ, പൊന്നു ദൈവമേ, മിന്നിച്ചേക്കണേ. വിരാജതേ ചാര്യപോ യശസ്വ സ്വംശഭൂഷാ സഹിതു വിഭൂഷാ യുഷം ജനയം രഥം ഗണൈശ്ച മധ്യാ. എന്താ മേമനെ, മേമനയുടെ നാക്ക് ഇറങ്ങിപ്പോയെന്നുണ്ടോ? ഇല്ല. അതെന്താ തിരുവൽപ്പാടെ അങ്ങനെ ചോദിച്ചത്? എന്നാൽ കുറച്ചുകൂടി ഉച്ചത്തിൽ പാരായണം ചെയ്യുക, നമ്മൂടി ഒന്ന് കേൾക്കട്ടെ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നിർത്തുക. എന്താ മേമനെ ഇത്? അക്ഷരങ്ങൾക്ക് സ്ഫുടത വളരെ കുറവാണ്. അല്ല, എങ്ങനെ കുറയാതിരിക്കും? മേമനയ്ക്ക് തോന്നുമ്പോഴല്ലേ പാരായണം തുടങ്ങുന്നത്? മേമനെ, ഇത്തിരി കൈപുണ്യമുണ്ടെന്ന് കരുതി നീ അത്രയ്ക്കാണ് അഹങ്കരിക്കരുത്. ആ കേടായ പടിപ്പുരവാതിന്റെ കോളിംഗ് ബെല്ല് ഇന്നലെ വന്ന് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മേമനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ വന്നിരുന്നു. അപ്പോ നീ കളവും പറയാൻ തുടങ്ങിയോ മേമനെ? ഇല്ല, ഞാൻ സത്യമായും വന്നിരുന്നു. 10 പ്രാവശ്യമെങ്കിലും പടിപ്പുരവാതിലിന്റെ കോളിംഗ് ബെല്ല് അടിച്ചു നോക്കി. ആരും വന്ന് പടിപ്പുരവാതിൽ തുറന്നു തന്നില്ല. പിന്നെ ഞാൻ അങ്ങ് മടങ്ങിപ്പോയി. മേമനയുടെ കൈപുണ്യം നല്ലത് തന്നെ. വല്ല അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക കാര്യം നടക്കണമെങ്കിൽ, അത്ര തന്നെ. അല്ല മേമനെ, അമ്മ തമ്പുരാട്ടി ഇന്നലെയും വിളിച്ചിരുന്നു. ആ ജമീല ബീവി അവിടെ ചെന്നെന്ന്.
അവിടെ കുടിയിലെത്തിയ ആ പുതിയ താത്തക്കുട്ടിക്ക് നമ്മുടെ തേങ്ങാക്കാരൻ ബഷീറിന്റെ മകൻ സുധീറിനെ കൊണ്ട് വേളി കഴിപ്പിക്കുന്ന കാര്യം ആ ആലോചന എവിടം വരെയായി എന്ന് അറിയുന്നതിന് വേണ്ടി മേമനെ ഞാൻ ഇക്കാര്യം 2 ആഴ്ച മുമ്പ് തന്നോട് സൂചിപ്പിച്ചിരുന്നായിരുന്നല്ലോ, അത് മറന്നുവോ? പറഞ്ഞിരുന്നുവേ. ബഷീറും മോൻ സുബീറും കൂടി ആ കുട്ടിയെ പോയി കണ്ടിരുന്നു. കുട്ടിയെ നന്നായി പിടിക്കുകയും ചെയ്തു. വേണ്ട വേണ്ട, പിടിയും വലിയൊക്കെ ഇപ്പോഴേ വേണ്ട, അതൊക്കെ വേളി കഴിഞ്ഞ് മതി. അയ്യോ, അങ്ങനെ അല്ല തിരുമുല്ലേ. എങ്ങനെയല്ല? കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് സാരം. തിരുവൽപ്പാടെ അങ്ങ് ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, സഹായിക്കുന്നുമുണ്ട്. എന്നാൽ എൻ്റെ മോൻ രമണന്റെ കാര്യത്തിലൊന്ന് ഇടപെടണം. ആ ചെന്നനക്കര പള്ളിയിലെ വികാരിയത്തിൽ എൻ്റെ മോനെ ഈ വർഷവും തോൽപ്പിച്ചു. എത്ര പ്രാവശ്യം ആ അച്ഛൻ ഓരോരോ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് തിരുമേനി കൈ വെച്ച് സഹായിക്കുന്നുമുണ്ട്. ഇനി അച്ഛൻ വരുമ്പോൾ അച്ഛനോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിക്കണം. അല്ലെങ്കിൽ ആ അച്ഛൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ മകനെ മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശാന്തമാകുക, നമുക്ക് അച്ഛനോട് സൂചിപ്പിക്കാം. അച്ഛൻ ഇന്ന് ഇതിലെ വരുമെന്ന് നേരത്തെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മേമനെ കേൾക്കുന്നില്ലയോ? ആരോ മുട്ടുന്ന ശബ്ദം, ഒന്ന് പോയി നോക്കുക. അതെ, അച്ഛൻ തന്നെ, അച്ഛൻ തന്നെ. ആ, അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ അല്ലേ മേമനെ? അതെ, അത് തന്നെ. ആ, അച്ഛനോട് കയറി വരുവാൻ പറയുക. അച്ഛോ, കയറി വന്നാലും. അച്ഛോ, നമസ്കാരം അച്ഛോ. നമസ്കാരം തിരുമേനി. സമയമില്ലാത്തതിനാൽ അധികം ദൂരം കൂടാതെ വന്ന കാര്യം സൂചിപ്പിക്കട്ടെ. ആയിക്കോളൂ ആയിക്കോളൂ. നമ്മുടെ സ്കൂളിന്റെ കാര്യം തന്നെ. അന്ന് തിരുമേനി വന്ന് ഉദ്ഘാടനം ചെയ്ത സ്കൂൾ വളരെ നല്ല നിലവാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം തന്നെ, അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തന്നെ. അത് UP സ്കൂൾ ലെവലിൽ നിന്നും ഹൈസ്കൂൾ വരെ ആക്കുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിന് തിരുമേനി അന്ന് നൽകിയതുപോലെ തന്നെ നല്ലൊരു തുക സംഭാവന തന്ന്, അതും തിരുമേനി തന്നെ വന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നത്. സന്തോഷം സന്തോഷം തന്നെ. ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു. അന്ന് എന്തായിരുന്നു കഥ? ഭാഗ്യവാനാണല്ലോ. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? എന്ത് തിരക്കിലായിരുന്നു അന്ന് അച്ഛൻ. അതോ ചുറ്റും സ്ത്രീജനങ്ങൾ? ഓ, അവരോ? തിരുമേനി അങ്ങനെ പറയരുത്. അവർ കന്യാസ്ത്രീകളാണ്. കന്യകളോ? എങ്കിൽ അതിഭാഗ്യവാനാണല്ലോ. ആ, അച്ഛൻ ഇനിയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുവാൻ പോവുകയാണോ? കേരളത്തിൽ മഴ കുറയാൻ കാരണം ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. അതൊരു പുതിയ അറിവാണല്ലോ എങ്ങനെ. ആ, അവിടെ പഠിപ്പിക്കുന്നതും റെയിൻ റെയിൻ ഗോവേ എന്നല്ലേ? കുട്ടികളുടെ പ്രാർത്ഥനയല്ലയോ? ഈശ്വരൻ പെട്ടെന്ന് അതങ്ങ് കേൾക്കുകയും ചെയ്യും. ഇപ്പോ നാട്ടിലെങ്ങും മഴയില്ലാതായി. മേന്മയ്ക്ക് അച്ഛൻ സ്കൂളിനോട് അത്ര താല്പര്യം പോരാ. മകൻ രമണനെ തുടർച്ചയായി തോൽപ്പിക്കുന്നു എന്നാണ് മേന്മനയുടെ പരാതി. രമണൻ മേന്മനയുടെ മോനാണോ? എന്നാൽ അവനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കുവാനുണ്ട്. മേന്മന തിരുമേനി, മോൻ രമണൻ ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. കാര്യങ്ങൾ രമണന്റെയും കൂടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കുവാൻ കഴിയും.
അവൻ തൊടിയിൽ കളിക്കുന്നുണ്ട്. അവനെ ഇപ്പോൾ തന്നെ ഞാൻ വിളിക്കാം. മോനെ രമണ, രമണ മോനെ. എന്താച്ചാ? എന്നെ വിളിച്ചോ? അച്ഛാ, ഈ ഫാദർ എന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ബെഞ്ചിൽ കയറ്റി നിർത്തി. അതെന്തിനാണ് രമണ? ആ, എനിക്കറിയത്തില്ല. രമണ, നിന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന്റെ പേരെഴുതേണ്ട കോളത്തിൽ നീ എന്തിനാണ് കൊരങ്ങൻ എന്ന് എഴുതി വെച്ചത്? ഓ, KO രംഗൻ സാറ്. അത് ഞാൻ KO എഴുതി കഴിഞ്ഞ് കുത്തിടാൻ മറന്നുപോയതാ. അല്ലാതെ കൊരങ്ങാൻ എഴുതിയതല്ല ഞാൻ എഴുതിയത്. KO രംഗൻ സാറിന്റെ പേരാ. ശിവ, ഈ ചുംബനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കഴിഞ്ഞ തവണ അമ്മത്തമ്പുരാട്ടിയെ കൂട്ടി രാഘവന്മതിയുടെ അടുത്ത് പോയപ്പോൾ അവിടുത്തെ എഴുത്തുകുത്തുകൾ നടത്തുന്നതിന് ഒരു സഹായത്തിനായി ഈ ചുംബനെ ഞാൻ കൂട്ടി. അമ്മത്തമ്പുരാട്ടിയുടെ പേര് വിളിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇതിന് വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? കിണ്ടി രമ. കിണ്ടി രമയോ? ആ, കിണ്ടി രമ. ഇന്ദിരാമ എന്ന് എഴുതേണ്ടടുത്ത് കഴിഞ്ഞ് അവ കുത്തിടാൻ മറന്നുപോയി. അപ്പോ വൈദ്യുതി വിളിച്ചതോ കിണ്ടി രമ. ആ, എന്നാൽ അത് പോട്ടെ. മറ്റൊരു സംഭവം ക്ലാസ്സിൽ ചോദിച്ചു. ഈ ക്ലാസ്സിൽ മണ്ടന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് നിൽക്കുക. ആരും എണീറ്റ് നിന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ രമണൻ എണീറ്റ് നിന്നു. അതെന്താ രമണൻ എണീറ്റ് നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താ രമണ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് ഫാദർ മാത്രമേ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടപ്പോ വിഷമം തോന്നിട്ട് ഞാനും എഴുന്നേറ്റ് നിന്നാ ഫാദറിന് ഒരു കൂട്ടിന് വേണ്ടിയിട്ട്. അല്ല മെന്മനെ, അവന് സയൻസിന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയോ? 0. എത്ര പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നറിയാമോ? ചോദിച്ച ചോദ്യം വെള്ളമുണ്ടാകുന്നത് എങ്ങനെയാണ്. രമണൻ എഴുതിയതോ മഴ പെയ്യുമ്പോഴാണ് വെള്ളമുണ്ടാകുന്നതെന്നും. അല്ല മെന്മനെ, അവനെ പല പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തു. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അല്ല ഫാദർ, ഈ നാട്ടിലെ എല്ലാവരും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കല്ലേ. എൻ്റെ അച്ഛനാണ് അവിടെ ദൂരെന്ന് നമ്മുടെ തൊടിയില്ലേ, തൊടിന്നൊക്കെ വെള്ളം ബക്കറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു 2 ബക്കറ്റ് ഹൈഡ്രജനും 1 ബക്കറ്റ് ഓക്സിജനും അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് വെള്ളം ഉണ്ടാക്കി ഇവിടുത്തെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്താലോ? ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇടുക്കി ഡാമിലും കൊണ്ടുപോയിക്കാം. അങ്ങനെ ഇവിടുത്തെ കറണ്ട് കെട്ട് മാറി കിട്ടും. അപ്പൊ പിന്നെ ഇരുട്ടത്തൊന്നും ഇരിക്കണ്ടല്ലോ. മേന്മന തിരുമേനി, അങ്ങയുടെ മകൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം, എന്നിട്ട് അവന്റെ കാര്യം പരിഗണിക്കാം. രമണ, 2ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 2 3 കൂടി കൂട്ടിയ 5. എന്നാൽ 3ഉം 2ഉം കൂടി കൂട്ടിയാലോ? ചുമ്മാ ഊതാരച്ച. മേന്മനെ, തന്റെ മോൻ പറഞ്ഞത് കേട്ടോ? അതല്ലേലും അച്ഛൻ അവനിട്ട് ഒരു ഊത്ത് അല്ലായിരുന്നു അച്ഛൻ. അല്ല, രമണ് ഏത് സ്കൂളിൽ പഠിക്കുവാനാണ് ഇഷ്ടം? ബാബുല പഠിക്കുന്ന സ്കൂളില്ലേ, ചമ്മനക്കര ഗവൺമെന്റ് UP സ്കൂളില്, അവിടെ പഠിക്കാനാണ് എനിക്കിഷ്ടം. രമനെ, അതാണ് അവന് ഇഷ്ടമെങ്കിൽ അവന് ഇഷ്ടമുള്ള ആ സ്കൂളിൽ തന്നെ അവനെ വിടുക. മലയാളം സ്കൂൾ അത്ര മോശമല്ലടോ മേമനെ. എടോ മേമനെ, കാലസ്കരത്തിൻ കുരുപാലിട്ടാൽ
നാളന്തരേ കൈ ശ്രമിപ്പതുണ്ടോ